ഹല്ലേലൂയ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്നത്തെ അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് നമുക്ക് ലൂക്കോസിൻ്റെ സുവിശേഷം 24-ാമത്തെ അധ്യായം അതിൻ്റെ 50-ാമത്തെ വാക്യം. അനന്തരം അവൻ അവരെ ബഥാന്യയോളം കൂട്ടിക്കൊണ്ടുപോയി കൈ ഉയർത്തി അവരെ അനുഗ്രഹിച്ചു. അവരെ അനുഗ്രഹിക്കയിൽ അവൻ അവരെ വിട്ട് പിരിഞ്ഞു സ്വർഗ്ഗാരോഹണം ചെയ്തു. അവർ അവനെ നമസ്കരിച്ച് മഹാസന്തോഷത്തോടെ യെരുശലേമിലേക്ക് മടങ്ങിപ്പോന്നു. എല്ലായ്പ്പോഴും ദേവാലയത്തിൽ ഇരുന്ന് ദൈവത്തെ വാഴ്ത്തിപ്പോന്നു. ഹല്ലേലൂയ. യേശുക്രിസ്തു മരിച്ചതിന് ശേഷം ഉയർത്തെഴുന്നേറ്റു എന്നത് വിശ്വസിക്കാതിരുന്ന ശിഷ്യന്മാരുടെ അടുക്കൽ തകർന്നും നുറുങ്ങിയും ഭാരപ്പെട്ടും തങ്ങളെ ഇത്രത്തോളം നാൾ നയിച്ച തങ്ങളുടെ അരുമനാഥനില്ലല്ലോ എന്നുള്ള ഭാരത്തിലൊക്കെ ഇരിക്കുന്ന തൻ്റെ ശിഷ്യന്മാരുടെ ഇടയിലേക്ക് യേശു കടന്നു ചെന്നിട്ട് അവരോടുകൂടെ ഭക്ഷണം കഴിക്കുകയും പ്രവചനങ്ങളും ന്യായപ്രമാണങ്ങളും നിയമപുസ്തകത്തിൽ തന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നതൊക്കെ അവരെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുകയും അവർക്ക് ബുദ്ധി ഉപദേശിക്കുകയും ബലപ്പെടുത്തുകയും ഞാൻ പോകേണ്ടത് ആവശ്യമാണ്, നിങ്ങളെ എല്ലായിടങ്ങളിലും എൻ്റെ നാമത്തിൽ പാപമോചനത്തെക്കുറിച്ചും ദൈവരാജ്യത്തെക്കുറിച്ചൊക്കെയും മാനസാന്തരമൊക്കെ പ്രസംഗിക്കും എന്നൊക്കെ പറഞ്ഞ് ഉറപ്പിച്ച് എൻ്റെ പിതാവ് വാഗ്ദത്തം ചെയ്ത പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാൻ ഇവിടെ ഇരിക്കെ, നിങ്ങൾ പുറത്തൊന്നും പോകരുത്, നിങ്ങൾ ശക്തി പ്രാപിക്കുവോളം ഇവിടെ തന്നെ ഇരിക്കീനെന്ന് പറഞ്ഞിട്ട് അവരെ കൂട്ടിക്കൊണ്ട് ബഥാന്യയോളം കൂട്ടിക്കൊണ്ടുപോയി കൈ ഉയർത്തി അവരെ അനുഗ്രഹിച്ചു. ഹല്ലേലൂയ. ഈ കൈ ഉയർത്തി അനുഗ്രഹിച്ചു എന്ന് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത്, ഞാൻ നാട്ടിൽ നിന്ന് പപ്പായും അമ്മയും ഭാര്യയും മക്കളെയും കുഞ്ഞുങ്ങളെയൊക്കെ വിട്ടിട്ട് റെയിൽവേ സ്റ്റേഷനിൽ കയറി നിന്നിട്ട് ഇങ്ങനെ തിരിച്ച് പോരുന്നൊരു സമയമുണ്ട്. ട്രെയിൻ ഇങ്ങനെ വിട്ടങ്ങ് പോകും. അപ്പോൾ എൻ്റെ പപ്പായൊക്കെ ആ പ്രായമായ കൈ ഉയർത്തിയിട്ട് ഇങ്ങനെ ഉള്ളിൻ്റെ ഉള്ളിൽ കണ്ണുനീരോടെ ഇങ്ങനെ കൈ ഉയർത്തി കാണിക്കും. ട്രെയിൻ ഇങ്ങനെ ദൂരെ പോയാലും പപ്പായും അവരെല്ലാം ഇങ്ങനെ ഒന്നിച്ച് കൈ ഉയർത്തി കാണിക്കും. എന്തുവാണെന്നറിയാവോ, ഞാനും ഇങ്ങനെ വാതിക്കലോട്ട് മാറിപ്പോയി കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ കൈ ഉയർത്തി പിടിച്ച് നേരെ ഇങ്ങനെ നിൽക്കും. എന്തോ കാര്യമെന്നറിയാവോ, വിട്ടുപോകാൻ മനസ്സില്ല എന്ന്. ഭയങ്കര സ്നേഹമാണെന്ന്. പോകാതിരിക്കാൻ പറ്റത്തില്ല. വീട് നോക്കണം, കുഞ്ഞുങ്ങളെ നോക്കണം, കുടുംബം നോക്കണം, ജീവിക്കണം, എല്ലാ കാര്യവും നടക്കണ്ടേ. അപ്പോൾ പോകാതിരിക്കാൻ പറ്റത്തില്ല. പോയാലേ പറ്റത്തുള്ളൂ. പക്ഷെങ്കിൽ പോകാനുള്ള മനസ്സില്ല. ഇതാണ് ഇവിടെ സംഭവിച്ചത്. അവൻ വർത്തമാനമൊക്കെ പറഞ്ഞ് അവരെ ബഥാന്യയോളം കൂട്ടിക്കൊണ്ടുപോയി. വർത്തമാനമൊക്കെ പറഞ്ഞ് ശകലം നേരം കൊണ്ടല്ലേ കിട്ടത്തുള്ളൂ. വർത്തമാനമൊക്കെ പറഞ്ഞ് ബഥാന്യയോളം കൂട്ടിക്കൊണ്ടുപോയി കൈ ഉയർത്തി അവരെ അനുഗ്രഹിച്ചു. വാന്തരം ഹൃദയം പൊട്ടിക്കൊണ്ടായിരിക്കാം, ഞാൻ പോവാം കേട്ടോ, ഞാൻ പോവാണേ, നിങ്ങളിവിടെ തന്നെ ഇരിക്കണേ, പരിശുദ്ധാത്മാവ് വരുമ്പോൾ ഉയർത്തുന്നുള്ള ശക്തി വരുവോളം ഇവിടെ തന്നെ ഇരിക്കണേ, നിങ്ങൾക്ക് ശക്തി വരും, നിങ്ങൾ ലോകത്തിൻ്റെ അറ്റം വരെ എൻ്റെ സാക്ഷികളായി തീരും, ഞാൻ ലോകാവസാനത്തോളം നിങ്ങളോട് കൂടെയുണ്ട്, നിങ്ങളെ കൈവിടത്തില്ല കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് അവരെ അനുഗ്രഹിച്ചിട്ട് അവൻ സ്വർഗ്ഗാരോഹണം ചെയ്തു. ഈ യേശുവിനെയാണ് നമ്മൾ വിളിച്ചിരിക്കുന്നത്. ഈ യേശുവാണ് നമ്മളെ വിളിച്ച് വേർതിരിച്ചിരിക്കുന്നത്. ആൽഫയും ഒമേഗയുമായവൻ, ആദ്യനും അന്ത്യനുമായവൻ. ഞാൻ പറയും എൻ്റെ പ്രശ്നം ഏറ്റവും വലുതാണെന്ന്. പക്ഷേ അവൻ ആദ്യനും അന്ത്യനും ആയതുകൊണ്ട് എൻ്റെ പ്രശ്നം എത്ര പഴയതാണെങ്കിലും ആ പ്രശ്നത്തിനൊക്കെയും പുറകിൽ, അതിനൊക്കെയും തുടക്കങ്ങൾക്ക് പുറകിൽ, അതിനൊക്കെയും ആരംഭമായിട്ട് അതിനൊക്കെ പുറകിൽ അവനുണ്ട്. അവനെല്ലാ കാര്യവും അറിയാം. അവൻ നിങ്ങളെ സ്നേഹിക്കുന്നു. യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. നിൻ്റെ പ്രശ്നം എന്ത് തന്നെയായിരുന്നാലും, നിൻ്റെ ഭാരം എന്ത് തന്നെയായിരുന്നാലും, നിൻ്റെ ദുഃഖം എന്ത് തന്നെയായിരുന്നാലും ഒരിക്കലും പുറത്തു വരത്തില്ല എന്ന് പറഞ്ഞാൽ നീ ഇരിക്കുന്നതെങ്കിലും നീ ദൈവസന്നിധിയിൽ നിന്ന് മുട്ടുമടക്കിയിരിക്കുക. ഉയരത്തിൽ നിന്ന് ശക്തിയെ ഒന്ന് പ്രാപിക്കുക. കൈ ഉയർത്തിപ്പിടിച്ചിട്ട് അനുഗ്രഹിച്ചിട്ട് പോയ കർത്താവ് പറയുക, നിങ്ങൾ പോകൂടാ, ലോകത്തിൻ്റെ അറ്റത്തോളം പോകും, നിങ്ങൾ സാക്ഷികളാകും. നിനക്കൊരു സാക്ഷ്യം ഉണ്ടാകും യേശുവിൻ്റെ നാമത്തിൽ. നീ പുറത്ത് വരും, നീ ഒരു അനുഗ്രഹമായിരിക്കും.
നീ വർദ്ധിച്ചു പെരുകും. നീ അനേകരെ കർത്താവിലേക്ക് തിരിക്കും. നീ തോറ്റു പോകത്തില്ല. ആ കൈ ഉയർത്തിപ്പിടിച്ച് അനുഗ്രഹിച്ചിട്ട് പറഞ്ഞിട്ട് പോയത് ഒന്നുകൂടെ ഒന്ന് ഓർത്ത് നോക്കിക്കേ. ഒന്നുകൂടെ ഒന്ന് ഓർത്തേ. അവൻ സ്വർഗ്ഗവാനാണ്. നിങ്ങൾ ശക്തി പ്രാപിക്കും. കാരണം എൻ്റെ ദൈവത്തിൻ്റെ ആത്മാവിനെയാണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത്. നിങ്ങൾ ശക്തി പ്രാപിക്കും. നിങ്ങൾ മഹാസന്തോഷത്താൽ നിറയും. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവത്തിൻ്റെ പൈതലേ, തകർന്നും ഭാരപ്പെട്ടുവാണോ ഇരിക്കുന്നത്? നിൻ്റെ കുടുംബം ഒരനുഗ്രഹമായി തീരും. നീ ഒരനുഗ്രഹമായി തീരും. നിൻ്റെ തലമുറകൾ നന്മ കാണും. നീ തലമുറകളുടെ നന്മ കാണും. നീ നന്മ കാണും യേശുവിൻ്റെ നാമത്തിൽ. നിന്നോട് വിശ്വസിക്കാമോ? ചേർന്ന് വിശ്വസിക്കാമോ? നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. പ്രിയ സ്വർഗീയ പിതാവ്, യേശുവിൻ്റെ നാമത്തിൽ ഈ കേൾക്കുന്ന ഓരോരുത്തരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇവരുടെ പ്രശ്നം എന്തു തന്നെ ആയിരുന്നാലും യേശുവിൻ്റെ നാമത്തിൽ ഇവരുടെ ലൈഫ് മാറട്ടെ. ഞങ്ങൾ ഇത്ര സ്നേഹിക്കുന്ന നല്ല യേശുവിനായിട്ട് നന്ദി പറയുന്നു. ദൈവത്തിൻ്റെ ജീവനുള്ള വചനം, ആൽഫയും ഒമേഗയുമായവൻ ഇവരുടെ കേൾക്കുന്ന ഓരോരുത്തരുടെയും ജീവിതത്തിൽ നിന്ന് ഭാരങ്ങളെ തുടച്ചു മാറ്റിയതിനായിട്ട് നന്ദി പറയുന്നു. ന്യൂ ലൈഫിനായിട്ട് നന്ദി പറയുന്നു. സകല തകർച്ചകളും നിരാശകളും ഭാരങ്ങളും കർത്താവ് മാറ്റിയതിനായിട്ട് നന്ദി പറയുന്നു. സകല ആത്മഹത്യകളും കർത്താവ് പൊളിച്ചതിനായിട്ട് നന്ദി പറയുന്നു. പഴിച്ചവരുടെ, നിന്ദിച്ചവരുടെ, പരിഹസിച്ചവരുടെ മുമ്പിൽ ഇവർ തല ഉയർത്തി വാഴാൻ പോകുന്നതിനായിട്ട് നന്ദി പറയുന്നു. ജീവിച്ച് കാണിക്കാനുള്ള ധൈര്യം ഇവരുടെ ഉള്ളിൽ കർത്താവ് പകരുന്നതിനായിട്ട് നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ ബ്ലസ് ചെയ്യുന്നു. ആമേൻ. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ആമേൻ.